ഗുരുഭ്യോ നമഃ. വിഘ്നേശ്വരായ നമഃ. ജയ് ശ്രീ രാധേ 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 ശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വൃന്ദാവനഖണ്ഡം അധ്യായം 2 ഗോവർദ്ധനഗിരിയുടെ ഉത്ഭവവും വ്രജാഗമനവും ഒക്കെയാണ് ഈ അധ്യായത്തിൽ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ സനന്ദൻ ആ വ്രജമണ്ഡലത്തെ പറ്റി, അതിൻ്റെ മാഹാത്മ്യത്തെ പറ്റി വർണ്ണിച്ചതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദൻ തനിക്ക് ഗിരിശ്രേഷ്ഠ ഗോവർദ്ധനത്തെ ആളുകൾ ഗിരിരാജനെന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്നും യമുനാനിധി ഏത് ലോകത്തിൽ നിന്ന് വന്നതാണ് ഇവിടെയെന്നും ഒക്കെയുള്ള ആ സംശയം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മാഹാത്മ്യം പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് സനന്ദൻ അതിനെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരിക്കൽ ഹസ്തിനാപുരത്ത് വെച്ച് പാണ്ഡു മഹാരാജാവ് ധർമ്മധാരികളിൽ വെച്ച് ശ്രേഷ്ഠനായ ഭീഷ്മനോട് ഇതേപോലെ ചോദിച്ചു. അതിൻ്റെ ഉത്തരമായിട്ട് ഭീഷ്മൻ പറഞ്ഞു കൊടുത്തത് പാണ്ഡുവിനോടൊപ്പം വേറെയും ആളുകൾ കേൾക്കാനിടയായി. ആ കാര്യമാണ് ഇപ്പോൾ ഇവിടെ വിവരിക്കുന്നത്. അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയും ഗോലോകത്തിലെ നാഥനും എല്ലാം ചെയ്യുന്നതിൽ സമർത്ഥനും പരിപൂർണതമനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ നിശ്ചയിച്ചപ്പോൾ പ്രാണവല്ലഭയായ രാധയോട് പറഞ്ഞു, പ്രിയേ, നീ തൻ്റെ വിയോഗമോർത്ത് ഭീതയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് താൻ ഭൂമിയിലേക്ക് രാധയെയും കൊണ്ടുപോകാം എന്ന്. അപ്പോൾ ശ്രീ രാധാറാണി അറിയിച്ചത്, വൃന്ദാവനവും യമുനയും ഗോവർദ്ധനവുമില്ലാത്ത ഒരു സ്ഥലത്ത് തനിക്ക് മനോസുഖം കിട്ടില്ല എന്നാണ്. അത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ധാമത്തിൽ നിന്ന് 84 കോശം വൃന്ദാവനവും ഗോവർദ്ധനവും യമുനയും അടങ്ങുന്ന സ്ഥലം ഭൂമിയിലേക്ക് അയച്ചു. ഒരു കോശം എന്ന് പറയുന്നത് 168 × 168 സ്ക്വയർ മൈലാണ് എന്ന് ഗർഗഭാഗവതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ 84 കോശം വിസ്തൃതമായ ഗോലോകധാമം 24 വനങ്ങളോടൊപ്പം ഭൂമിയിൽ വന്നു. ഗോവർദ്ധന പർവ്വതം ഭാരതഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശാൽമല ദ്വീപിനകത്ത് ദ്രോണാചലത്തിൻ്റെ ഭാര്യയുടെ ഗർഭത്തിൽ ജന്മമെടുത്തു. ആ സമയത്ത് ദേവന്മാർ ഗോവർദ്ധനത്തിനുമേൽ പൂക്കൾ വർഷിച്ചു. ഹിമാലയത്തിൻ്റെയും സുമേരുവിൻ്റെയും ദേവന്മാരടക്കം എല്ലാ പർവ്വത ദേവന്മാരും അവിടെ വന്ന് പ്രണാമവും പ്രദക്ഷിണവും ചെയ്ത് ഗോവർദ്ധനത്തെ വിധിപ്രകാരം പൂജിച്ചു. അതിനുശേഷം അവർ ഗോവർദ്ധനത്തെ സ്തുതിച്ചു. ആ സ്തുതിയാണ് പിന്നീട് വിവരിക്കുന്നത്. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ പശുക്കൾ നിവസിക്കുകയും ഗോപാലന്മാരും ഗോപസുന്ദരിമാരും ശോഭിക്കുകയും ചെയ്യുന്ന ഗോലോക വൃന്ദാവനത്തിൽ ശോഭിക്കുന്നവനാണ് ഗോവർദ്ധനം. ഗോവർദ്ധനം എന്ന പേരിൽ വ്രജത്തിൽ വസിക്കുന്നവനും എല്ലാ പർവ്വതങ്ങളുടെയും രാജാവുമാണ്. താങ്കൾ വൃന്ദാവനത്തിൻ്റെ മടിയിൽ സമോദം നിവസിക്കുന്നവനും ഗോലോകത്തിൻ്റെ മകുടമണിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളാൽ ഉയർത്തപ്പെട്ട് കുട പോലെ ശോഭിക്കാൻ പോകുന്നവനും ആകുന്നു. ഇപ്രകാരം സ്തുതിച്ച് എല്ലാ പർവ്വതങ്ങളും തിരിച്ചു പോയതോടെ ഈ ഗിരി ശ്രേഷ്ഠ ഗോവർദ്ധനം ഗിരിരാജൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ തീർത്ഥയാത്രയ്ക്കായി പുലസ്ത്യമുനി ഭൂമിയിൽ ചുറ്റിത്തിരിയുകയാണ്. മാധവ ലതകളാലും പുഷ്പങ്ങളാലും ശോഭിതമായവനും ശ്യാമവർണ്ണത്തിലുള്ളവനുമായ ആ ഗോവർദ്ധനത്തെ പുലസ്ത്യമുനി കാണാനിടയായി. അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ ഫലങ്ങളുടെ ഭാരം കാരണം വിനമ്രരൂപത്തിലുള്ളവയായിരുന്നു. അവിടെ അരുവികളുടെ കളകളാരവം ഉണ്ടായിരുന്നു. ആ പർവ്വതത്തിന് മുകളിൽ വളരെയധികം ശാന്തി നിലനിന്നിരുന്നു. അനേക ഗുഹകളുള്ളതുകൊണ്ട് അത് ഒരു മംഗളധാമമായിട്ട് കാണപ്പെട്ടിരുന്നു. ധാരാളം ശിഖരങ്ങളാൽ സുശോഭിതമായ ആ രത്നമയമായ
മനോഹര ശൈലം തപസ്സു ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള വിചിത്ര ധാതുക്കൾ ആ പർവ്വതത്തിൻ്റെ അവയവങ്ങൾക്ക് മനോഹരമായ ശോഭ നൽകിയിരുന്നു. അതിൻ്റെ ഭൂപ്രദേശം കയറ്റവും ഇറക്കവും ഉള്ളതായിരുന്നു. കൂടാതെ ആ പർവ്വതത്തിൽ പലതരത്തിലുള്ള പക്ഷികൾ നിവസിച്ചിരുന്നു. കൃഷ്ണമൃഗങ്ങളെയും കുരങ്ങുകളെയും സർവത്ര കാണാമായിരുന്നു. മയിലുകളുടെ ധ്വനി കൊണ്ട് മണ്ഡിതമായ ഗോവർദ്ധനം മുമുക്ഷുക്കൾക്ക് മോക്ഷത്തിൻ്റെ പ്രതീകമായിരുന്നു. പുലസ്ത്യമുനിയുടെ മനസ്സിൽ ആ പർവ്വതത്തെ സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണ് ഉണ്ടായത്. അതിനായി അദ്ദേഹം ദ്രോണാചലത്തെ സമീപിച്ചു. ദ്രോണാഗിരി അദ്ദേഹത്തെ പൂജിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പുലസ്ത്യമുനി ദ്രോണാചലത്തോട് ചോദിച്ചു, ദ്രോണ, നീ പർവ്വതത്തിൻ്റെ അധിപതിയാണ്. എല്ലാ ദേവതകളും നിന്നെ ആദരിക്കുന്നുണ്ട്. ദിവ്യ ഔഷധികൾ നിറഞ്ഞതും മനുഷ്യർക്ക് ജീവൻ നൽകുന്നതുമാണ് ഈ പർവ്വതം. താൻ കാശിയിൽ താമസിക്കുന്ന മുനിയാണ്. താൻ നിൻ്റെ മുമ്പിൽ യാചകൻ്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. നീ നിൻ്റെ പുത്രനായ ഗോവർദ്ധനത്തെ തനിക്ക് തരൂ. തനിക്ക് മറ്റൊന്നും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിശ്വനാഥൻ വിരാജിക്കുന്നതും മോക്ഷപ്രദായകവും ഗംഗാനദിയാൽ സമ്പുഷ്ടവുമായ വിശ്വേശ്വരൻ്റെ മഹാനഗരിയായ കാശി, മറ്റു പർവ്വതങ്ങളൊന്നുമില്ലാത്ത അവിടെയാണ് താൻ നിൻ്റെ മകനെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. ലതകളാലും വൃക്ഷങ്ങളാലും നിറഞ്ഞ നിൻ്റെ പുത്രനായ ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തപസ്സു ചെയ്യാൻ തൻ്റെ മനസ്സിൽ ആഗ്രഹം ഉത്ഭവിച്ചിരിക്കുകയാണ്. പുലസ്ത്യമുനിയുടെ വാക്കുകൾ കേട്ടിട്ട് പുത്രസ്നേഹത്താൽ വിഹ്വലനായ ദ്രോണാചലത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ദ്രോണാചലം പുലസ്ത്യമുനിയോട് പറഞ്ഞു, മഹാമുനെ, താൻ പുത്രസ്നേഹത്താൽ വ്യാകുലനാണ്. ഈ പുത്രൻ തനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ്. എങ്കിലും താങ്കളുടെ ശാപം ഭയന്ന് താൻ തൻ്റെ പ്രിയപുത്രനെ താങ്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം പുത്രനോട് പറഞ്ഞത്, മകനെ, നീ മുനിയോടൊപ്പം കല്യാണമയ കർമ്മക്ഷേത്രമായ ഭാരതത്തിലേക്ക് പോകൂ. അവിടെ നിനക്ക് 3 വിധത്തിലുള്ള സുഖം ലഭിക്കുകയും ക്ഷണത്തിൽ മോക്ഷം കിട്ടുകയും ചെയ്യും എന്നാണ്. തൻ്റെ ശരീരം 8 യോജന നീളമുള്ളതും 2 യോജന ഉയരമുള്ളതും 5 യോജന വീതിയുള്ളതുമാണ്. അങ്ങനെയിരിക്കെ താങ്കൾ ഏതു വിധത്തിലാണ് തന്നെ എടുത്തു കൊണ്ടുപോവുക എന്ന് ഗോവർദ്ധനൻ ചോദിച്ചു. അപ്പോൾ പുലസ്ത്യമുനി പറഞ്ഞത്, മകനെ, നിനക്ക് എൻ്റെ കയ്യിലിരുന്നു കൊണ്ട് സുഖപൂർവകം സഞ്ചരിക്കാൻ സാധിക്കും. കാശിയിലെത്തുന്നതുവരെ താൻ നിന്നെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു കൊള്ളാമെന്നാണ്. അത് കേട്ട് ഗോവർദ്ധനൻ പറഞ്ഞു, തനിക്ക് ഒരു പ്രതിജ്ഞയുണ്ട്. ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ചാൽ പിന്നെ അവിടെ നിന്ന് താൻ ഒരിക്കലും പൊങ്ങി വരില്ല എന്ന്. ഇത് കേട്ടപ്പോൾ പുലസ്ത്യമുനി പറഞ്ഞു, താൻ നിന്നെ ഇവിടെ ശാൽമല ദ്വീപിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിലെ കോസലദേശത്ത് എത്തുന്നതുവരെ വഴിയിൽ ഒരിടത്തും താഴെ വയ്ക്കില്ല. ഇത് തൻ്റെ പ്രതിജ്ഞയാണ് എന്ന്. അതിനെ തുടർന്ന് ഗോവർദ്ധനം തൻ്റെ പിതാവിനെ പ്രണമിച്ച് മുനിയുടെ കയ്യിൽ സ്വയം ചെറുതായിക്കൊണ്ട് കയറിയിരുന്നു. അപ്പോൾ ഗോവർദ്ധനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഗോവർദ്ധനത്തെ വലതു കൈയിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ സ്വന്തം തേജസ് കാണിച്ചുകൊണ്ട് മുനി മെല്ലെ മെല്ലെ നടന്ന് വ്രജമണ്ഡലത്തിൽ വന്നെത്തി. ഗോവർദ്ധനത്തിന് തൻ്റെ പൂർവ്വജന്മത്തെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഗോവർദ്ധനം ഇപ്രകാരം ചിന്തിച്ചു, ഇവിടെ വൃന്ദാവനത്തിൽ അസംഖ്യ ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയും പരിപൂർണതവനുമായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുകയും ഗോപബാലകരോടൊപ്പം ബാലലീലയും കൈശോരലീലയും നടത്തുകയും ചെയ്യും. അതുമാത്രമല്ല, ഭഗവാൻ ഇവിടെ ദാനലീലയും മാനലീലയും കൂടി നടത്തും. അതിനാൽ തനിക്ക് ഇവിടെ നിന്ന് വേറൊരിടത്തും പോകാൻ ആഗ്രഹമില്ല. ഈ വ്രജഭൂമിയും ഈ യമുനയും ഗോലോകത്തിൽ നിന്ന് ഇവിടെ വന്നതാണ്. രാധയോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ വന്നെത്തും. ഭഗവാന്റെ ഉത്തമ ദർശനത്താൽ താൻ കൃതകൃത്യനായിത്തീരും. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് മുനിയുടെ കയ്യിലിരുന്നു കൊണ്ട് ഗോവർദ്ധനം തൻ്റെ ശരീരഭാരം വർദ്ധിപ്പിച്ചു. അപ്പോൾ മുനി വളരെയധികം ക്ഷീണിതനായി. അദ്ദേഹം മുമ്പ് പറഞ്ഞ വാക്കുകൾ മറന്നുപോയി. അദ്ദേഹം പർവ്വതത്തെ താഴെ വ്രജമണ്ഡലത്തിൽ വെച്ചു. ക്ഷീണിതനായതും ലഘുശങ്ക മൂത്രമൊഴിക്കാൻ തോന്നിയതും അതിന് കാരണമായി തീർന്നു. ശൗചക്രിയ കഴിഞ്ഞ് സ്നാനം ചെയ്ത് തിരിച്ചു വന്ന ഉത്തമമുനി പുലസ്ത്യൻ ഗോവർദ്ധനോട് പറഞ്ഞു, ഇനി എഴുന്നേൽക്കൂ. അമിതഭാരം കാരണം 2 കൈകൾ ഉപയോഗിച്ചു പോലും പർവ്വതത്തെ പൊക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം തൻ്റെ തേജസ് ഉപയോഗിച്ച് ഗോവർദ്ധനത്തെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. മുനിയുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ചിട്ട് പോലും ഗോവർദ്ധനത്തെ ഒട്ടും തന്നെ അനക്കാൻ സാധിച്ചില്ല.
അപ്പോൾ മുനി പറഞ്ഞു, ഗിരിശ്രേഷ്ഠ വരൂ പോകാം, ഭാരം വർദ്ധിപ്പിക്കാതിരിക്കൂ. നീ ഉറച്ചു പോയെന്ന് എനിക്കറിയാം. നിനക്ക് എന്താണ് ആഗ്രഹമെന്ന് വേഗത്തിൽ പറഞ്ഞു തരൂ. അത് കേട്ടപ്പോൾ ഗോവർദ്ധനം പറഞ്ഞത്, മുനെ, ഇതിൽ എൻ്റെ തെറ്റില്ല. താങ്കൾ തന്നെയാണ് ഇവിടെ എന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. താൻ ഇനി ഇവിടെ നിന്ന് മാറുകയില്ല. തൻ്റെ പ്രതിജ്ഞ താൻ മുമ്പ് തന്നെ പറഞ്ഞതാണ്. ഈ ഉത്തരം കേട്ടിട്ട് മുനിശ്രേഷ്ഠനായ പുലസ്ത്യൻ്റെ മുഴുവൻ ഇന്ദ്രിയങ്ങളും ക്രോധം കൊണ്ട് ചഞ്ചലമായി. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ പരിശ്രമം മുഴുവൻ വ്യർത്ഥമായി പോയതിനാൽ അദ്ദേഹം ദ്രോണപുത്രനെ ശപിച്ചു. പർവ്വതമേ, നീ വലിയ ശാഠ്യക്കാരനാണ്. നീ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് ദിവസം തോറും നിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു പോകട്ടെ എന്ന്. ഇപ്രകാരം പറഞ്ഞ് പുലസ്ത്യമുനി കാശിയിലേക്ക് പോയി. ആ ദിവസം തൊട്ട് ഗോവർദ്ധനത്തിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഭാഗീരഥി ഗംഗയും ഗോവർദ്ധന പർവ്വതവും ഭൂമി ഉള്ളിടത്തോളം കാലം കലിയുടെ പ്രഭാവം ഇവിടെ ഉണ്ടാവുകയില്ല. ഗോവർദ്ധനത്തിൻ്റെ ഈ പ്രകട ചരിത്രം പരമപവിത്രവും മനുഷ്യരുടെ പാപം ഇല്ലാതാക്കുന്നതുമാണ്. ഭൂമിയിൽ ഹൃദ്യവും അത്ഭുതകരവുമായ ഈ വിവരണം താൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇത് ഉത്തമ മോക്ഷപ്രധാനമാണെന്നതിനാൽ ആശ്ചര്യകരമായിട്ട് ഒന്നുമില്ല. ഇത് കേൾക്കുന്നവർക്കെല്ലാം ഉത്തമ മോക്ഷം ലഭിക്കുമെന്ന് ഗർഗസംഹിത പറഞ്ഞ് നിർത്തുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.